നമസ്കാരം. ജോൺ വാളൂക്കാരൻ? അതെ, ഞാൻ തന്നെ. വരൂ. വരൂ. ഞാൻ കുരുവിള, നാട് കോട്ടയം. ഇത് സണ്ണി, നാട്ടില് പാലായില. മിസ്റ്റർ രാമസ്വാമി പാലക്കാടാണ്. ഹലോ, ഇത് എന്റെ ഭാര്യ. വണക്കം, ഞാൻ മിസ്സസ് കുരുവിള. നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറയായി. മോളെവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. രാവിലെ കുട്ടിയും കൊണ്ട് പുറത്തു പോയതാ. പർച്ചേസിങ്ങിനോ മറ്റോ ആണ്. ഈ കുട്ടി മൂത്ത മകളുടെയോ മകന്റെയോ? എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ ഉള്ളൂ. അപ്പോ ഈ സാന്ദ്ര വാളൂക്കാരൻ? സാന്ദ്ര വാളൂക്കാരൻ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. ഇതാണ് ആ കുട്ടി. ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതാണ്. ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല. ഇതാ. സോറി. നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം. എന്തിനാ? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ പറഞ്ഞ കേട്ടില്ലേ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല എന്ന്. പിന്നെ ആരാ സണ്ണിച്ച അവള്? എന്താ അവളുടെ മോട്ടീവ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. ഒരു ദുസ്വപ്നം പോലെ സാന്ദ്ര വാളൂക്കാരൻ, എല്ലാം വിശ്വസിച്ച നിഴൽ പോലെ ഞാനും. സണ്ണി സാർ ഇങ്ങനെ നെർവസ് ആകരുത്. നമുക്ക് തെരഞ്ഞു പിടിക്കാം ആ കുട്ടിയെ. അച്ഛാ, പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അതറിഞ്ഞപ്പോ നമ്മൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. അമ്മച്ചിയെ വിളിച്ച് അങ്ങനെ പറഞ്ഞേക്ക്. ഹലോ, കുരുവിള കുഞ്ഞാ, എന്തിയാ സണ്ണിച്ചൻ? കൊടുക്കാം. സണ്ണിച്ചടാ, നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു ജലദോഷം. പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട, ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങി. ഇത് ഞാനാ ശോശാമ്മ. നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്നാ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം. ഞങ്ങൾക്ക് 4 പെങ്ങന്മാർക്കും കൂടി ഒരു നാത്തിലല്ലേ ഉള്ളൂ. ആ, അമ്മച്ചിനെ കൊടുക്കാം. നിങ്ങൾ എന്ന് വരുമടാ മോനെ? ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം കർത്താവ് തമ്പുരാൻ സാധിച്ചു തന്നു. ശരി. നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടും ഇവിടെ? ഇത് എന്തു വേണമെങ്കിലും കൊടുക്കാം, എന്തും. നാട്ടിലെ കല്യാണം കാണാൻ നാളുകൾ എണ്ണി കഴിയുന്നവരുടെ മുമ്പിൽ മിന്നു കെട്ടാനൊന്ന് നിന്ന് നിന്നാ മതി.